ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തന്നെ ഹരിയാന, ഗുജറാത്ത്, വാരണാസി ഈ 3 സ്ഥലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് അട്ടിമറി എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളൊരു പഠനമാണ്. കാര്യം നേരത്തെ നടത്തിയത് അദ്ദേഹം മഹാദേവപുര എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു വോട്ടട്ടിമറി നടത്തിയത്, കർണാടകത്തിൽ എങ്ങനെയാണ് വോട്ടട്ടിമറി നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഈ 5 മണിക്ക് ശേഷം ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നവർ കൂടുതലും ഒരു BJP അനുകൂലമായ വോട്ടിംഗ് രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലിക്കുകയായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട രാജ്യത്ത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പുറത്തുവിട്ടത്. മാത്രമല്ല ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു മുറിയിൽ മാത്രം 83 പേരാണ് താമസിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലൊരു വോട്ട് കൊള്ള BJP നടത്തിയത്. അങ്ങനെ രാജ്യവ്യാപകമായി എങ്ങനെയാണ് അട്ടിമറി നടത്തിയത് എന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ തവണ നടത്തിയിരുന്നെങ്കിൽ ഇത്തവണ അത്ര വിപുലമായി പോകാതെ 2 സംസ്ഥാനങ്ങളും 1 ലോക്സഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് അട്ടിമറി നടന്നത്, ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഈ മണ്ഡലത്തിൽ വോട്ടർമാരായി എത്തിയത്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾക്ക് വരെ വോട്ടെടുപ്പ് ദിവസം അവരെത്തിച്ചു എന്നുള്ളതിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. എന്താണ് രാഹുൽ പറയാൻ പോകുന്ന ആകാംക്ഷകൾ ഉറ്റുനോക്കുകയാണ് രാജ്യം മുഴുവൻ. ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാൻ ഈ വാർത്തയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.